വിചാരണയോ ശിക്ഷയോ ഇല്ലാതെ എംപിമാർക്കും എംഎൽഎമാർക്കുമെതിരായ ഇഡി കേസുകൾ കഴിഞ്ഞ 10 വർഷത്തിനിടെ എടുത്ത 193 കേസുകളിൽ 2 കേസുകളിൽ മാത്രമാണ് ശിക്ഷാ നടപടി ഉണ്ടായത്. എ റഹീം എംപിയുടെ ചോദ്യത്തിന് കേന്ദ്ര ധനസഹമന്ത്രി പങ്കജ് ചൌധരിയാണ് രാജ്യസഭയിൽ മറുപടി നൽകിയത്. പി ആർ സുനിൽ ദില്ലിയിൽ നിന്ന് നമുക്കൊപ്പം. പി ആർ സുനിൽ, ശിക്ഷ വളരെ കുറവാണ് എന്നത് നമ്മൾ വളരെ കാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിപ്പോൾ രേഖാമൂലമായ മറുപടിയായി കേന്ദ്ര സർക്കാരിൽ നിന്ന് വരുമ്പോൾ അതിന്റെ ഉള്ളടക്കം എന്താണ്? സുജിയ, തീർച്ചയായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാജ്യത്ത് എടുക്കുന്ന കേസുകളൊക്കെ തന്നെ വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കാറുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രേരിതമാണ് ഇത്തരം കേസുകൾ എന്നാണ് പൊതുവെ ആരോപണങ്ങൾ ഉയരുന്നത്. പ്രതിപക്ഷ നേതാക്കളെയൊക്കെ തന്നെ ഉന്നം വെച്ചാണ് ഇ ഡി കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് എന്ന ആരോപണങ്ങളും ശക്തമാണ്. നമുക്കറിയാം, രാഹുൽ ഗാന്ധി, പി ചിദംബരം, കനിമൊഴി, എ രാജ തുടങ്ങി ഒരുപാട് നേതാക്കൾക്കെതിരെ ഇ ഡി കേസുകളുണ്ട്. ലാലു പ്രസാദ് യാദവിനെതിരെ ഇ ഡി കേസുകളുണ്ട്. പക്ഷേ ഇത്തരം കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്യുമ്പോഴും ഇത്തരം കേസുകളിൽ ശിക്ഷാ വിധികൾ ഉണ്ടാകുന്നില്ല എന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഈ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിൽ രാജ്യത്ത് 193 എംഎൽഎമാർക്കും എംപിമാർക്കുമെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഴിമതി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കേസുകളിൽ ആകെ 2 കേസുകളിൽ മാത്രമാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളതെന്നാണ് ഇപ്പോൾ രാജ്യസഭയിൽ കേന്ദ്ര ധനസഹമന്ത്രി നൽകിയ ഈ മറുപടിയിൽ വ്യക്തമാക്കുന്നത്. 2016-17 2019-20 ഓരോ കേസുകളിൽ ശിക്ഷ വിധിച്ചതല്ലാതെ ഈ 193 കേസുകളുടെ സാഹചര്യം ഇപ്പോഴും കോടതികളിൽ നീണ്ടുപോകുന്നുവെന്ന് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കുകയാണ്. സുജയ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ CPM അംഗം എ റഹീം നൽകിയ രേഖാമൂലമുള്ള ചോദ്യത്തിനാണ് കേന്ദ്ര ധനസഹമന്ത്രി ഈ മറുപടി നൽകിയിരിക്കുന്നത്. രാജ്യത്താകെ ഏതാണ്ട് 5900-ത്തിലധികം ഇ ഡി കേസുകൾ കഴിഞ്ഞ 10 വർഷത്തിൽ രജിസ്റ്റർ ചെയ്തതായുള്ള കണക്ക് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരുന്നു. ആ കേസുകളിൽ പോലും 43 കേസുകളിൽ മാത്രമാണ് വിചാരണ പൂർത്തിയായിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കേസുകൾ കോടതികളിൽ നീണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. നേരത്തെ സുപ്രീം കോടതി തന്നെ ഇ ഡി കേസുകൾ ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നതിനെ ശക്തമായി വിമർശിച്ചിരുന്നു. ഇ ഡി എന്തിനാണ് ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് എന്ന ചോദ്യം തന്നെ സുപ്രീം കോടതി ഉയർത്തിയിരുന്നു. കേസുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന് വ്യക്തമായ തെളിവുകൾ ഇ ഡി ഉണ്ടാക്കണം, അല്ലാതെ ഇത്തരം കേസുകളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം എന്തിനെന്ന വിമർശനം കോടതി ഉയർത്തുകയും ചെയ്തു. എന്തായാലും ഈ കണക്കുകൾ പുറത്തു വരുമ്പോൾ തീർച്ചയായും ഇത് പ്രതിപക്ഷം ആയുധമാക്കും. എന്തുകൊണ്ടാണ് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു പക്ഷേ അതിൽ തുടർ നടപടികൾ ഉണ്ടാകാത്തൊരു സാഹചര്യം തീർച്ചയായും രാഷ്ട്രീയ രംഗത്തെ വിവാദവും ചർച്ചയുമായി തുടരാൻ സാധ്യതയുണ്ട്. ഓക്കെ, പി ആർ സുനിലാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.